നമുക്ക് കുറച്ച് IT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് പഠിച്ചാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഒന്ന്, പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ നമ്മുടെ ഈ അറിവുകൾ മറ്റൊരാളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. കുറച്ച് IT ക്വസ്റ്റ്യൻസ് ആണ്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ IT തലസ്ഥാനം ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ IT തലസ്ഥാനമാണ് ബംഗളൂരു. ഇന്ത്യയുടെ IT തലസ്ഥാനം ബംഗളൂരു ആണ്. അതുപോലെ തന്നെ മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഏതാണ്? ഹരിയാനയാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏതാണ്? ഗോവയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ ജനങ്ങളിൽ കമ്പ്യൂട്ടർ സാക്ഷരത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ പദ്ധതി. ജനങ്ങളിൽ കമ്പ്യൂട്ടർ സാക്ഷരത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ പദ്ധതി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ വളരെ മന്ത്രിമാർക്കെല്ലാം സ്വന്തമായിട്ട് വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മന്ത്രിമാർക്കെല്ലാം സ്വന്തമായിട്ട് വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത സ്ഥാപനം ഏതാണ്? കടലാസ് ഇല്ലാത്ത സ്ഥാപനം ഏതാണ്? കേരള IT മിഷൻ. കേരള IT മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള IT മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി, എറണാകുളത്താണ്. എവിടെയാണ്? എറണാകുളത്താണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? BJP ആണ്. ഏതാണ്? BJP ആണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? BJP ആണ്. ഏതാണ്? BJP ആണ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു വാർത്താ ചാനലിൻ്റെ ചീഫ് എഡിറ്ററാകുന്ന ആദ്യത്തെ മലയാള വനിത ആരാണ്? സുജയ പാർവതി. ആരാണ്? സുജയ പാർവതി. ബിഗ് TV കേട്ടോ, പുതിയതായിട്ട് ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് ബിഗ് TV. ബിഗ് TVയുടെ ചീഫ് എഡിറ്റർ ആരാണ്? ചീഫ് എഡിറ്ററാകുന്ന ആദ്യത്തെ വനിത ആരാണ്? സുജയ പാർവതി. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്.